UDF അധികാരത്തിൽ വരുമെന്നും സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്നും പ്രഖ്യാപിച്ച റിപ്പോർട്ടർ TV ആ സണ്ണി ജോസഫിന് പകരം പുതിയ KPCC അധ്യക്ഷനെയും കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഒരു ദിവസം 40 വ്യാജ വാർത്തകൾ കോൺഗ്രസിനെതിരെ കൊടുത്ത് തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിച്ച റിപ്പോർട്ടർ TV തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അത് നിർത്തുന്നില്ല. മരം മുറിച്ച കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഒരു ചാനൽ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വിമർശിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പറയാൻ നമ്മളാളല്ല. അതെല്ലാം നോക്കാൻ ഇവിടെ ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. എങ്കിലും ഒരു മാധ്യമമൊക്കെ ആകുമ്പോൾ അല്പം മര്യാദയൊക്കെ ആകാം. കാരണം കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് കുറേ കാലങ്ങളായി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും റിപ്പോർട്ടർ TV, KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതും അവർ തന്നെ, കോൺഗ്രസിൻ്റെ മാത്രം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമെല്ലാം കുറേ മാസങ്ങളായി റിപ്പോർട്ടർ TV തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കൈപ്പറ്റിക്കൊണ്ട് ദാസ്യപ്പണി എടുക്കുന്നതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പണിയെന്നാണ് മലയാളികൾ എല്ലാവരും മനസ്സിലാക്കിയത്. ഏതായാലും അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹിസ്റ്ററി അറിഞ്ഞാൽ ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തനം പ്രോത്സാഹിപ്പിച്ചതിലൊന്നും അത്ഭുതവുമില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നതും. അതുപോട്ടെ, അതെല്ലാം അവരുടെ സംസ്കാരം. എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ കുഴലൂത്ത് വാർത്തകളും കള്ളപ്രചരണങ്ങളുമൊക്കെ നിർത്തും എന്നാണ് വിചാരിച്ചിരുന്നത്. നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പുതിയ KPCC അധ്യക്ഷനെ തീരുമാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് ഭരണം ലഭിച്ചാൽ KPCCയിൽ അഴിച്ചുപണി നടത്തുമെന്നും ഇതിൻ്റെ ഭാഗമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ മാറ്റും, പകരം ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അങ്കമാലി MLA ആയിട്ടുള്ള റോജി M. ജോണും ആകാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടർ TV പറയുന്നു. ഞങ്ങൾ ഏതായാലും KPCCയുടെ വേണ്ടപ്പെട്ടവരോട് കൂടി സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റിപ്പോർട്ടർ TV വെറുതെ വരയ്ക്കുകയാണ്, ഇങ്ങനെ കള്ളപ്രചരണമായി വാർത്തകൾ വിടുന്നു. അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ജയിക്കുമെന്നും UDFന് ഭരണം കിട്ടുമെന്നും പറയാതെ പറയുകയാണ് റിപ്പോർട്ടർ ചാനൽ. അങ്ങനെ ഭരണം കിട്ടിയാൽ സണ്ണി ജോസഫ് ഒരു മന്ത്രിയാകുകയും അപ്പോൾ KPCCക്ക് പുതിയ പ്രസിഡന്റ് വേണ്ടേയെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുതിയ അധ്യക്ഷൻ വരുന്നു എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കുറേ ദിവസം ആ പുതിയ അധ്യക്ഷൻ്റെ പേരിലുള്ള കുത്തിത്തിരിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർ ഭരണം ലഭിച്ചാൽ സണ്ണി ജോസഫ് മന്ത്രിയാകും. ഇതുകൂടി മനസ്സിൽ കണ്ടാണ് KPCC പ്രസിഡന്റിനെ മാറ്റാനുള്ള ആലോചനകൾ സജീവമായത്. പുതിയ KPCC സെക്രട്ടറിമാരെയും നിയമിക്കും. തിരുവനന്തപുരം DCC അധ്യക്ഷൻ ശക്തനെ മാറ്റും. നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ശക്തൻ വിജയിച്ചാലും പരാജയപ്പെട്ടാലും മാറ്റി പുതിയ അധ്യക്ഷനെയൊക്കെ കൊണ്ടുവരും എന്നൊക്കെയുള്ള കോൺഗ്രസിനകത്ത് ചർച്ച പോലും ചെയ്യാത്ത കാര്യങ്ങൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. ഇത് KPCCയുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വാർത്ത കിട്ടിയിരിക്കുന്നത്. അതുപോലെ പല DCC അധ്യക്ഷന്മാരെയും മാറ്റുമെന്നും റിപ്പോർട്ടർ TV പറയുന്നുണ്ട്. ഒരു കാര്യം റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയോടും എഡിറ്റർമാരോടും ചോദിക്കുകയാണ്. കോൺഗ്രസിൻ്റെ എതിർഭാഗത്തുള്ള CPMലും അവരുടെ സെക്രട്ടറി ഗോവിന്ദൻ ആ സ്ഥാനത്ത് കിടന്ന് നരകിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ LDF മണ്ഡലം തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് സ്വന്തം ഭാര്യയ്ക്ക് സീറ്റും വാങ്ങി നൽകി സ്വജനപക്ഷപാതത്തിൻ്റെ പേരിൽ ഒരു കള്ള കഥാപാത്രമായി നിൽക്കുന്ന ഗോവിന്ദനെ മാറ്റാൻ CPM ഒന്നടങ്കം ആവശ്യപ്പെടാൻ പോവുകയാണ്. അത് റിപ്പോർട്ടർ ചാനൽ അറിഞ്ഞിട്ടില്ല. CPM കോട്ടയായ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ CPM സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നും പകരം CPM വിമതനായ TK ഗോവിന്ദൻ ജയിക്കുമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഗോവിന്ദൻ മാസ്റ്ററെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തകർ തന്നെ പിടിച്ച് നാട് കടത്തുമ്പോൾ ഇവിടെ ഒരു പുതിയ CPM സെക്രട്ടറി വേണ്ടി വരും എന്നൊരു ചർച്ച റിപ്പോർട്ടർ TV നടത്തിയില്ല. അതിലേക്ക് ആരൊക്കെയാണ് പരിഗണിക്കുന്നത് എന്ന വാർത്ത കൊടുക്കാനും അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, പിണറായി വിജയൻ താഴെ ഇറങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ വേറൊരു നേതാവും ഉണ്ടാകില്ലല്ലോ എന്ന് എല്ലാ വിശ്വസ്തരും തോൽക്കുമെന്നും പിണറായി തന്നെ ആ കസേരയിൽ ഇരിക്കാൻ വേണ്ടി വരുമെന്നുള്ള വാർത്തയൊന്നും റിപ്പോർട്ടർ TVക്ക് കിട്ടിയിട്ടേയില്ല. CPMൻ്റെ 100 വാർത്തകൾ ഇങ്ങനെ ചീഞ്ഞു നാറുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചർച്ച പോലും നടക്കാത്ത വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടാൻ നാണമില്ലേ വ്യാജ വാർത്തക്കാരെ എന്ന് മാത്രമേ മലയാളികൾക്ക് ചോദിക്കാനുള്ളൂ. ഏതായാലും UDFന് ഭരണം കിട്ടുമെന്നും സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്നും അറിയാതെ പറഞ്ഞു പോയതിൽ സന്തോഷം.